Lenora. Lenora is different from others. Years of perfect stitching experience. Lenora linen, cotton cloth and stitching. Pandikad Road, Vandoor. എടക്കര പാലേമാട് ഒന്നാം പടിയിൽ കാട്ടാനക്കൂട്ടം നശിപ്പിച്ച കൃഷിയിടങ്ങളിൽ അഖിലേന്ത്യാ കിസാൻ സഭയുടെ നേതൃത്വത്തിൽ നേതാക്കൾ സന്ദർശനം നടത്തി. പാലേമാട് ഒന്നാം പടിയിലെ വലിയ പറമ്പിൽ ബഷീറിന്റെ കൃഷിയിടത്തിലാണ് കഴിഞ്ഞ ദിവസം കാട്ടാനക്കൂട്ടം വ്യാപക നാശം വിതച്ചത്. ഇവിടെയാണ് കിസാൻ സഭ നിലമ്പൂർ മണ്ഡലം നേതാക്കൾ സന്ദർശനം നടത്തിയത്. കായ്ഫലമുണ്ടായിരുന്ന കമുകുകളിൽ ഒന്നുപോലും ബാക്കിയാക്കാതെയാണ് ബഷീറിന്റെ തോട്ടത്തിൽ നിന്ന് ആനക്കൂട്ടം നാശം വിതച്ച് മടങ്ങിയത്. അരയേക്കർ സ്ഥലത്തെ മുഴുവൻ കൃഷിയും നശിപ്പിച്ചു. ഈ സ്ഥലത്ത് ഇനി വിളയായിട്ടൊന്നുമില്ല. കഴിഞ്ഞ വർഷം ഈ കമുകുകളിൽ നിന്ന് 90,000 രൂപയ്ക്ക് അടക്ക വിറ്റതാണ്. സമീപത്തെ കരിയമുരിയം വനത്തിൽ നിന്ന് ഇടക്ക് ആനകൾ എത്താറുണ്ടെങ്കിലും കൂട്ടമായി ആനകളെത്തി ഇതുപോലെ വിളകൾ നശിപ്പിച്ചിട്ടില്ല. 6 എണ്ണമടങ്ങുന്ന കൂട്ടമാണ് കൃഷി നശിപ്പിച്ചത്. വനാതിർത്തിയിൽ ആനകളെ പ്രതിരോധിക്കാൻ സ്ഥാപിച്ച വൈദ്യുതി വേലി മാസങ്ങളായി പ്രവർത്തനരഹിതമാണ്. കിസാൻ സഭ നിലമ്പൂർ മണ്ഡലം സെക്രട്ടറി സിബി ആലമ്പള്ളി, CPI എടക്കര ലോക്കൽ സെക്രട്ടറി കെ വിനയരാജ്, CPI നാരോക്കാവ് ബ്രാഞ്ച് സെക്രട്ടറി മുജീബ് റഹ്മാൻ, കിസാൻ സഭ എടക്കര പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി രാജൻ, AIYF ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ജയകൃഷ്ണൻ എന്നിവരാണ് കൃഷിയിടം സന്ദർശിച്ചത്. കൃഷിനാശം സംഭവിച്ച കർഷകന് എത്രയും പെട്ടെന്ന് വനം വകുപ്പ് നഷ്ടപരിഹാരം നൽകണമെന്ന് സംഘം ആവശ്യപ്പെട്ടു. കർഷകർ ഇപ്പോൾ അവരുടെ വിഹിതം അടച്ചിട്ടാണ് ഈ എല്ലാ കൃഷി ഇതും ഇൻഷുർ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ പണം ഈ സാധാരണ ഇപ്പോൾ കൃഷിക്കാർക്ക് സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കൂലി കൂടുതലാണ്, ഉൽപ്പന്നങ്ങൾ കുറവാണ്, അതുപോലെ അതിന് വില കിട്ടുന്നില്ല. ഈ സാഹചര്യത്തിൽ ഈ ഇൻഷുർ ചെയ്യാനുള്ള തുക കൂടി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് കൊടുക്കണം എന്നാണ് അഖിലേന്ത്യാ കിസാൻ സഭയ്ക്ക് നിലമ്പൂർ മണ്ഡലം കമ്മിറ്റിക്ക് പറയാനുള്ളത്. അതുമായി ബന്ധപ്പെട്ട എല്ലാ കൃഷിക്കാരെയും ഒരുമിച്ച് ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന് അതിനുള്ള പ്രക്ഷോഭങ്ങളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകാനുള്ള പരിപാടിയിലാണ്. ഇതിപ്പോൾ തന്നെ കണ്ടില്ലേ, അപ്പോൾ ഈ അവസ്ഥയിൽ നിന്ന് മാറ്റം വരേണ്ടതുണ്ട്. സമീപ കാലഘട്ടത്തിൽ ഈ ഏരിയയിലെ ഏറ്റവും വലിയൊരു കൃഷിനാശമാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. വലിയ പറമ്പിൽ ബഷീർ എന്ന വ്യക്തിയുടെ തോട്ടമാണത്. ഇതിൻ്റെ അപ്പുറത്തേക്ക് നിൽക്കുന്നത് കഴിഞ്ഞ വർഷം ഇതേപോലെ തന്നെ ആന നശിപ്പിച്ച ഒരു സ്ഥലത്തിൻ്റെ ബാക്കി ഭാഗത്തുള്ള കൃഷിയാണ് ഈ സമയത്ത് നശിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിന് വനം വകുപ്പിൻ്റെ ഫെൻസിങ്ങും മറ്റു കാര്യങ്ങളും ഉണ്ട്, വൈദ്യുത ലൈനുകളുണ്ട്. പക്ഷേ അത് സ്വാഭാവികമായിട്ട് അത് പരിപാലിക്കപ്പെടാത്തതുകൊണ്ട് അത് ഉപയോഗശൂന്യമായി കിടക്കുകയാണ്. ഈ കൃഷിനാശം സംഭവിച്ച കർഷകന് അതിൻ്റെ കൃത്യമായ നഷ്ടപരിഹാരങ്ങൾ സർക്കാർ ഇടപെട്ടുകൊണ്ട് തന്നെ അത് നൽകണം. വിള ഇൻഷുറൻസ് തുക, കർഷക വിഹിതം സർക്കാർ തന്നെ അടക്കുക, കാട്ടാൻ ഉൾപ്പെടെയുള്ള വന്യജീവി ശല്യം തടയാൻ ശാശ്വത പരിഹാരം നടപ്പാക്കുക എന്നീ ആവശ്യങ്ങളും ഇവർ ഉന്നയിച്ചു. ഈസ്റ്റ് ലൈവ്, എടക്കര.